ജലാലുഹു നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ കാരണമാകുന്ന മഹനീയമായ പ്രവർത്തനങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ ഈ ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, പരിസരത്തെ മഹൽ ജമാഅത്ത് ഖബർസ്ഥാനിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലവിധ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ കൂട്ടുകാരിലുമുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആനുകാലിക സാഹചര്യത്തിൽ സമകാലിക ജനതയോട് പുതിയ തലമുറയെക്കുറിച്ച് ചില കാര്യവിചാരങ്ങളുമായിട്ടാണ് SSF ഇത്തരം ഒരു സമ്മേളനം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. പുതിയ തലമുറയുടെ വിചാരങ്ങളും വികാരങ്ങളും കൈകാര്യങ്ങളും ഇടപെടലുകളും എത്രമാത്രം സദാചാരപരമാണെന്നും ഏതു വിധേനയാണ് നിരീക്ഷിക്കേണ്ടതെന്നും അടുത്ത കാലത്തെ നിയന്ത്രിക്കേണ്ട ഇന്നത്തെ കൗമാര യൗവനങ്ങൾ ഏതു വിധത്തിലാണ് പാകപ്പെടുത്തേണ്ടതെന്നും രക്ഷിതാക്കളോടും നാട്ടുകാരോടും ഒരുമിച്ച് പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ് നമ്മുടെ യൂണിറ്റ് സമ്മേളന വേദി. നമുക്കെല്ലാവർക്കും ഒരുപാട് മുന്നേറ്റത്തിന്റെ കഥകൾ പറയാനുണ്ട്. നമ്മുടെ നാലുപാടുകളിലെല്ലാം ഒരുപാട് വികസനങ്ങൾ സാധ്യമായിട്ടുണ്ട്. സാമ്പത്തികമായി പല മേഖലകളും വികസിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതികമായും സംവിധാനപരമായും നാൾക്കുനാൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തലമുറകൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത മേഖലകൾ ഇന്നത്തെ കുഞ്ഞുമക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ചികിത്സാ മേഖലകൾ, ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയുള്ള മേഖലകളിലെല്ലാം അത്ഭുതകരമായ മുന്നേറ്റങ്ങളാണ് സാധ്യമായിട്ടുള്ളത്. ഓരോ ദിവസവും 1000 മേഖലകളിൽ ഗവേഷണം നടക്കുകയാണ്. നവങ്ങളായ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും സർവസാധാരണമായി ഉപയോഗപ്പെടുന്ന വിധത്തിൽ സാങ്കേതികത സാർവത്രികമായിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പറയാനുണ്ട്. എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ അക്കാഡമിക് ഇയറിലും പുതിയ പുതിയ കോഴ്സുകൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, സമ്മിശ്രമായി കോർത്തിണക്കുന്ന വിദ്യാഭ്യാസ മേഖലകളും ഓരോ ബ്രാഞ്ചുകൾക്കും സബ് ഡിവിഷനുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ നേടുകയും കൈവരിക്കുകയും ചെയ്ത പുരോഗമനങ്ങളെക്കുറിച്ച് നമുക്ക് അവഗണിക്കാനാവില്ല. നമ്മളെല്ലാം അത്തരം പുരോഗമനങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും സുഖം അനുഭവിക്കുന്നവരാണ്.
നേട്ടം സ്വീകരിക്കുന്നവരാണ്. മുന്നേറ്റങ്ങളെ, സംവിധാനങ്ങളെ, സാഹചര്യങ്ങളെ എല്ലാം നമ്മൾ നിത്യജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആധുനിക തലമുറയുടെ ധാർമ്മികമായ വിചാരങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ആശങ്കകളുടെ നടുവിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയുടെ ട്രെൻഡും ടെൻഡൻസിയുമെല്ലാം താൽപര്യങ്ങളുടെയും കച്ചവട ലോബികളുടെയും മറ്റേതൊക്കെയോ തൽപര കക്ഷികളുടെയും കരവലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നത് ആശങ്കയോടുകൂടി മാത്രം നാം കാണുകയാണ്. എന്ന് പറഞ്ഞാൽ സദാചാരങ്ങൾക്ക് വിലയില്ലാത്ത, നൈതിക മൂല്യങ്ങളെ പരിഗണിക്കാത്ത, ധാർമ്മിക വിചാരങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത, പാരസ്പര്യ ബന്ധങ്ങളെ തിരിച്ചറിയാത്ത, ആദര ബഹുമാനങ്ങളെക്കുറിച്ച് വകതിരിവില്ലാത്ത, സ്വത്വബോധത്തെയും വ്യക്തിബോധത്തെയും മതബോധത്തെയും ധർമ്മവിചാരത്തെയും എല്ലാം മാറ്റിവെച്ച ഒരു ജനതയായി പുതിയ തലമുറ അലക്ഷ്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ടു വിധത്തിൽ നമ്മുടെ ആലോചനകൾ നടന്നു പോകേണ്ടതുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ ഇങ്ങനെയൊക്കെ ആകുന്നത്? രണ്ടാമതായി, ഇത്തരം ഒരു പുതിയ തലമുറയെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഉപാധി എന്താണ്? സൽവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം, പരിഹാരമെന്താണ്? കേവലമായ പ്രയാസങ്ങളെ പങ്കുവെക്കുന്നതിന് പകരം കൃത്യമായ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ജനതയിൽ വളർന്നു വരണം. എങ്ങനെയാണ് നമുക്കിത് പരിഹരിക്കാനാവുക? പുതിയ തലമുറയെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്താണ്? ഇവിടെയാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന് വ്യാപകമായി വിളിച്ചു പറയുകയും സന്ദേശം പങ്കുവെക്കുകയും ക്രിയാത്മകമായ ചില ജാഗരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയെ പഴിച്ച് ഒഴിവാക്കിയിട്ട് കാര്യമില്ല. അവരെ കൂട്ടുപിടിച്ച് നേർവഴിക്ക് കൊണ്ടുവരാനുള്ള നല്ല സംവിധാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഒന്നാമതായി, ഞാനിവിടെ വന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് പോലെ ഇവിടെ വഴികേടായി സഞ്ചരിക്കുന്ന കൗമാര യൗവനങ്ങൾ എവിടെന്ന് വന്നവരാണ്? നമ്മുടെ നാടുകളിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സൈബർ കുറ്റകൃത്യങ്ങളുടെയും അരുതായ്മകളുടെയുമൊക്കെ വാക്താക്കളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൗമാര യൗവനങ്ങൾ എവിടെന്ന് വന്നവരാണ്? എവിടെന്നാണ് അവർ വന്നത്? അവരാരുടെ മക്കളാണ്? അവരെ ഈ വിധത്തിൽ രൂപപ്പെടുത്തിയത് ആരാണ്? അവരെ അലക്ഷ്യമാക്കി കളഞ്ഞതാരാണ്? അവരെ തെറ്റിന്റെയും അരുതായ്മകളുടെയും ഉപാസകരാക്കിയതാരാണ്? അവരെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അഡിക്റ്റുകളാക്കിയതാരാണ്? അവർക്ക് കൃത്യമായ ലക്ഷ്യം നൽകാതിരുന്നത് ആരുടെ വീഴ്ചയാണ്? ഇതെല്ലാം വിലയിരുത്തുമ്പോഴാണ് മാതാപിതാക്കളോട് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. നമ്മുടെ നാടുകളിൽ അലോസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ തലമുറ നമ്മുടെ മക്കളാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു വന്നവർ, ഈ നാട്ടിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് കടന്നു വന്നവർ, അവർ തന്നെയാണ് നമുക്കെന്ന ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെയോ ചില ചുവടുകൾ പിഴച്ചിരിക്കുകയാണ്. എവിടെയോ ചില അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. എവിടെയോ ചില വീക്ഷണ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് തിരുത്തെഴുത്തുകൾ സാധ്യമാകുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പരിഹാരം നിർദ്ദേശിക്കാനാവുന്നത്.
നാം നമ്മുടെ മക്കളെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം. നമ്മുടെ മക്കൾ ആരാകണമെന്ന ആലോചനയിൽ കൃത്യമായ ചില തിരുത്തലുകൾ അനിവാര്യമാണ്. നാം നമ്മുടെ മക്കളിലൂടെ നല്ല ഒരു വ്യക്തിത്വത്തെ കാഴ്ചവെക്കാനുള്ള വിചാരം വരണം. ചില അക്കാഡമിക് ഉൽപ്പന്നങ്ങളെയും ചില സാമ്പത്തിക സ്രോതസ്സുകളെയും ചില വരുമാന മാർഗങ്ങളെയും ചില ജാടയുടെ പ്രതീകങ്ങളെയുമായി നമ്മുടെ മക്കളെ കാണുമ്പോഴാണ് നമ്മുടെ ചുവടുകൾ പിഴയ്ക്കുന്നത്. എന്റെ മകൻ ആരാകണം, എന്റെ മകന് എന്ത് അറിവ് ഞാൻ നൽകണം, എന്റെ മകനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇത്തരം ചില വിചാരങ്ങളിൽ ഒരുപാട് രക്ഷിതാക്കളുടെയും ചുവടുകൾ പിഴച്ചിരിക്കുകയാണ്. എന്റെ മകൻ ഒന്നാമതായി നല്ല ഒരു പൗരനാവണം. അടിസ്ഥാനപരമായി ഞാനൊരു വിശ്വാസി എന്ന നിലയിൽ എന്റെ മകൻ ഉത്തമനായ ഒരു വിശ്വാസിയാവണം. അവന്റെ വിശ്വാസം പരിശുദ്ധമാവണം. അവന്റെ കർമ്മം സംശുദ്ധമാകണം. അവന്റെ വ്യവഹാര മേഖലകൾ ധാർമ്മികമാവണം. അവൻ നാളെ എനിക്ക് അഭിമാനം പറയാൻ പറ്റുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാവണം. ഇത്തരം വിചാരങ്ങളിൽ നിന്ന് മാറി നാം എന്റെ മകൻ എന്റെ പേരിനും പെരുമയ്ക്കും ആവശ്യമായ ചില അക്കാദമിക് യോഗ്യതകൾ നേടിയിരിക്കണം, എന്റെ മകൻ അയൽവാസികളോട് കുടുംബാദികളോട് മത്സരിക്കാൻ പറ്റുന്ന ചില ജാടകളുടെ ഉടമയാവണം, എന്റെ മകൻ അയൽവാസികളോടും കുടുംബാദികളോടും മത്സരിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സാവണം. ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളിലേക്കാണ് ഇന്നത്തെ രക്ഷിതാക്കൾ വീണുകൊണ്ടിരിക്കുന്നത്. നാം യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളും നമ്മളുമെല്ലാം വിശ്വാസികൾ എന്ന നിലയിൽ അടിസ്ഥാനപരമായി നല്ല വ്യക്തിത്വങ്ങളും ശ്രേഷ്ഠ വിചാരത്തിന്റെ ഉടമകളുമായി മാറണം. അതിലേക്കാവശ്യമായ ചില വിചാരങ്ങളെ മഹാന്മാരായ ആത്മജ്ഞാനികൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മുടെ പ്ലാനിങ്ങുകൾ എല്ലാം കൃത്യമായും രൂപപ്പെടേണ്ടത്. ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഈ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, അതെല്ലാം നേർവഴിക്ക് വരുമ്പോഴാണ് നമ്മുടെ പ്ലാനിങ്ങുകൾ കൃത്യത പാലിക്കുക. മഹാന്മാരായ രണ്ട് ആത്മജ്ഞാനികൾ, ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ആത്മീയ ചക്രവാളത്തിലെ വലിയ നേതൃത്വമാണ്. ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു, ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, രണ്ട് മഹാരഥന്മാർ, ഗുരുശിഷ്യന്മാർ. അവരുടെ ജീവിതത്തിന്റെ ഇരപകലുകൾ അറിവിന്റെയും ആത്മീയതയുടെയും അനുഭവത്തിന്റെയും തലത്തിൽ നിന്ന് ചിട്ടപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ചില മാതൃകകൾ ലോകത്തെ കാഴ്ചവെച്ചു കൊടുക്കണം. അവിടേക്ക് ഞാൻ വരാം. മഹാന്മാരായ രണ്ട് ആത്മജ്ഞാനികളുടെ അറിവിന്റെയും അനുഭവത്തിന്റെയും ശിക്ഷണത്തിന്റെയും കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ്. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു, രണ്ടും ആത്മീയ ലോകത്തെ മഹാരഥന്മാർ. ആ രണ്ട് മഹാരഥന്മാരുടെ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്ന് ഒരു നാൾ ഗുരുവര്യർ ശിഷ്യനോട് ചോദിച്ചു, അല്ലയോ മോനെ, എത്ര കാലമായി നീ എന്റെ കൂടെ ജീവിക്കുന്നു? എത്ര കാലമായി നീ എന്റെ കൂടെ ജീവിക്കുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ 30 കൊല്ലമായി തങ്ങളുടെ ശിക്ഷണത്തിൽ കഴിയുകയാണ്. എന്നാൽ ഈ 30 കൊല്ലത്തിനിടയിൽ നീ എന്താണ് പഠിച്ചത്? ഈ 30 കൊല്ലത്തെ ശിക്ഷണത്തിൽ നിന്ന് എന്താണ് നേടിയത്? ഉടനെ ശിഷ്യൻ ഗുരുവര്യരോട് പറഞ്ഞു, ഞാൻ അവിടത്തെ കൂടെ ജീവിച്ചതിന് ശേഷം 8 കാര്യങ്ങളാണ് എനിക്ക് പഠിക്കാനായത്. 8 മസാലകളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. 8 അധ്യായങ്ങളാണ് ഞാൻ പഠിച്ചത്. 8 പാഠഭാഗങ്ങളാണ് ഞാൻ നേടിയത്. ഉടനെ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര വലിയ ഒരു വിപത്താണിത്! 30 കൊല്ലത്തെ സഹവാസത്തിനിടയിൽ 8 കാര്യങ്ങളാണോ നീ പഠിച്ചത്? റഹബ ഉംരി മഅക്, എന്റെ ആയുസ് മുഴുവനും നിന്റെ കൂടെ പോയിരിക്കുകയാണ്.
എന്റെ ആയുസ് മുഴുവനും നഷ്ടമായതുപോലെ 30 കൊല്ലത്തെ സഹവാസത്തിനിടയിൽ എന്തു നേടിയെന്ന് ചോദിക്കുമ്പോൾ 8 കാര്യങ്ങൾ നേടിയെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്ങനെയാണത് സഹിക്കാനാവുക? നമ്മുടെ ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം, നമ്മുടെ ഒരു ദീർഘകാലം ആയുസ്സിൽ നിന്നുള്ളത് നിനക്ക് വേണ്ടി ചെലവഴിച്ച് വൃഥാവിലായി പോയോ? എന്താണിത് സഹിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ശിഷ്യൻ പറയുകയാണ്, യാ ഉസ്താദ്, അല്ലയോ ഗുരുവര്യരെ, ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. ഈ 8 കാര്യങ്ങളെ എനിക്കറിയുകയുള്ളൂ. ഞാൻ കളവ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലേറെ എനിക്ക് നേടാനായിട്ടില്ല. അപ്പോൾ മഹാനായ ഗുരുവര്യരുടെ ചോദ്യം, എന്നാൽ ആ 8 കാര്യങ്ങൾ എല്ലാം ഒന്ന് പറഞ്ഞു തരാമോ മോനെ? 8 കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഗുരുവര്യരോട് ആദരണീയരായ ആത്മീയ ലോകത്തെ പിൽക്കാല ചക്രവർത്തിമാരിൽ ഒരാളായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ അവിടുത്തെ പാഠശാലയിൽ നിന്ന് 3 പതിറ്റാണ്ടിന്റെ സഹവാസത്തിനിടയിൽ ഞാൻ നേടിയ 8 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, نظرت إلى الخلق فرأيت كل واحد يحب محبوبا فإذا ذهب إلى القبر فارقه محبوبه فجعلت الحسنات محبوبي فإذا دخلت القبر دخلت معي. 3 പതിറ്റാണ്ടുകാലത്തെ നിരന്തരമായ സഹവാസത്തിനിടയിലും അറിവിന്റെ ഇരുപകലുകളിൽ ആദാനപ്രദാനങ്ങളുടെ ഇടവഴികളിലും എനിക്ക് ഗുരുവര്യരുടെ തിരുസന്നിധാനത്തിൽ നിന്നറിയാൻ കഴിഞ്ഞ 8 കാര്യങ്ങളിൽ ഒന്നാമത്തെ പാഠമെന്താണ്? നളറത്തു ഇലൽ ഖൽഖി, സൃഷ്ടികളിലേക്ക് ഞാനൊന്ന് നോക്കി. ഫറഅയ്തു കുല്ല വാഹിദി യുഹിബ്ബു മഹ്ബൂബാ, എല്ലാവർക്കും ഇഷ്ടന്മാരുണ്ട്, എല്ലാവർക്കും പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവർക്കും ലവേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഡിയർ ആൻഡ് നിയറായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉലകത്തിലുള്ള ഓരോരുത്തരുടെയും സമീപന വഴികളിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മസല്ലാപങ്ങളെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാനങ്ങനെ സൃഷ്ടിജാലങ്ങളിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും യുഹിബ്ബു മഹ്ബൂബാ, ഒരു മെഹബൂബിനെ, ഒരു ഇഷ്ടഗാമിയെ, ഒരു സ്നേഹപാത്രത്തെ, ഒരു അനുരാഗിയെ, ഒരു ആത്മമിത്രത്തെ അവരെ പരിപാലിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, റഅയ്തു കുല്ല വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബാ ഫഇദാ ദഹബ ഇലൽ ഖബ്രി, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, ഈ ലോകത്ത് നിന്ന് യാത്രയായാൽ, ഈ ലോകത്ത് നിന്നുള്ള പ്രയാണം വന്നു കഴിഞ്ഞാൽ ഫാറഖഹു മഹ്ബൂബുഹു, അവന്റെ കൂട്ടുകാരൻ അവനെ പിരിയുകയാണ്. ഈ ലോകത്തുള്ള എല്ലാവരെയും ഞാനൊന്ന് വിലയിരുത്തിയപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും മരണപ്പെടുന്ന സമയത്ത് കൂട്ടുകാരെ പിരിയുകയാണ്. ഞാൻ ആലോചിച്ചു, മരണാനന്തരവും എന്റെ കൂടെ വരാൻ പറ്റുന്ന കൂട്ടുകാരനാരാണ്? മരണശേഷവും എന്റെ കൂടെ വരാൻ പറ്റുന്ന ഒരു മിത്രമാരാണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി, സൽക്കർമ്മങ്ങളെ ഞാൻ കൂട്ടുപിടിച്ചു. ഫൈദാ ദഖൽതുൽ ഖബറ ദഖലത മഈ, ഞാൻ ഖബറിലേക്ക് കടന്നാൽ അതും എന്റെ കൂടെ വരുന്നതാണ്. ആ കൂട്ടുകാരൻ എന്നെ പിരിയുകയില്ല, ആ ആത്മമിത്രം എന്നോട് യാത്ര പറയില്ല. അങ്ങനെയുള്ള ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി, എത്ര ഉന്നതമായ ഒരു വിചാരമാണ്, എത്ര ശ്രേഷ്ഠമായ ഒരു പാഠമാണ്.
അത്യുജ്വലമായ ആത്മസാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠഭാഗമാണ്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാവരെയും നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മിത്രങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പിരിഞ്ഞു പോകുന്ന കൂട്ടുകാരാണ്. ഞാൻ ആലോചിച്ചു എന്റെ കൂടെ വരാൻ ആരാണെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള വിശാലമായ ഒരു കൺസെപ്റ്റാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു നല്ല വീട് പണിതിട്ട് ഒരാൾ വന്ന് പറയുകയാണ്, ഈ വീട്ടിൽ വെക്കാൻ ഒരു കവിത എഴുതി തരുമോ എന്ന് വലിയ കവിയായ അലി റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പേന എടുത്തുകൊണ്ട് എഴുതുകയാണ്. എന്താണ് എഴുതിയത്? ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ചില വരികൾ എഴുതുകയാണ്. അംവാലുനാലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാലി ഖറാ ബിദ്ദഹ്രി നബ്നീഹാ വഅമൽ ലിദാരിൻ വദൻ റിളവാനു ഖാസിനുഹാ فالجار أحمد والرحمن نعشيها. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണ്. അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ. നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടിയാണ് നാം സമാഹരിക്കുന്നത്. മോണിറ്റർ നോക്കി നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടി സമാഹരിക്കുകയാണ്. നമ്മുടെ സ്വത്തുവകകളെല്ലാം ഇന്നത്തേക്ക് നമ്മൾ കടിപിടികൂടി പിടിച്ചുകൂട്ടുകയാണ്. അതനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു ലിമിറ്റഡ് പീരിയഡാണ്. ദീർഘമായ ഒരു ജീവിതം ഇവിടെ ഇല്ല. വളരെ ചുരുങ്ങിയ ഒരു ജീവിതം, വളരെ ഇടുങ്ങിയ ഒരു ജീവിതം. ദോ ദിൻ കെ മുസാഫിർ ഹേ. നമ്മളെല്ലാവരും 2 നാളത്തെ യാത്രക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാൾ ഈ ലോകത്തേക്ക് വന്നത്, അടുത്ത നാൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. ഇതിനിടയിൽ എത്രയുണ്ടെന്ന് പറയാനാവില്ല. അങ്ങനെയുള്ള ഒരു ചെറിയ ജീവിതത്തിന്റെ ആളുകളാണ് നമ്മൾ. ഈ ലോകത്ത് നമ്മൾ സമാഹരിക്കുന്ന സ്വത്തുവകകൾ, കടിപിടികൂടുന്ന നമ്മുടെ ആസ്തികൾ, ഇതെല്ലാം നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് വേണ്ടി വിട്ടേച്ചു പോകാനുള്ളതാണ്. അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാ ലിഖറാ ബിദ്ദഹ്രി നബ്നീഹാ. നമ്മളുണ്ടാക്കുന്ന മാളികകൾ മുഴുവനും കാലത്തിന് നശിപ്പിച്ചു കളയാനുള്ളതാണ്, ലോകത്തിനില്ലായ്മ ചെയ്യാനുള്ളതാണ്. ലോങ് ടൈം വാറണ്ടിയുള്ള സാധനങ്ങൾ, ഗ്യാരണ്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വീട് പണിയുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ജീവിത ചക്രം കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ഈ വീട് പഴകുകയാണ്. നമ്മുടെ മക്കള് പറയും ഈ വീട് വേണ്ട, അടുത്ത വീട് വരട്ടെ. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല ഗ്യാരണ്ടിയുള്ള, ഏറ്റവും ലൈഫ് ലോങ് വാറണ്ടിയുള്ള സാധനങ്ങൾ അതെല്ലാം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുക. എന്നാൽ അതെല്ലാം കുറച്ചു നാൾ കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡായി, ഔട്ട് ഓഫ് ഫാഷനായി. പിന്നീട് അതൊന്നും പറ്റില്ല. അടുത്ത തലമുറ പറയും ഈ വീട് വേണ്ട, അത് പൊളിച്ചു കളയാൻ. ഇത് പറ്റില്ല, അത് തട്ടിക്കളയാൻ. എന്നിട്ട് അവരെ പുതിയ വീട് പണിയും. ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വദൂറുനാ ലിഖറാ ബിദ്ദഹ്രി നബ്നീഹാ വഅമൽ ലിദാരിൻ ഗദൻ. അതുകൊണ്ട് നിങ്ങൾ നാളത്തെ വീടിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. നാളെ ഒരു വീട് വരാനുണ്ട്, അത് അനന്തമായ വീടാണ്. ഒടുങ്ങാത്ത വാസത്തിന്റെ, അവസാനിക്കാത്ത സന്തോഷത്തിന്റെ ഭവനമാണ്. ആ വീട്ടിലേക്കാണ് നിങ്ങൾ കരുതി വെക്കേണ്ടത് എന്ന്
ലോകഗുരുവായ പുണ്യപ്രവാചകര് പറഞ്ഞില്ലേ, അനമദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ അറിവിന്റെ നഗരമെങ്കിൽ അതിന്റെ കവാടമാണ് അലി, ഞാൻ അറിവിന്റെ പട്ടണമെങ്കിൽ അതിന്റെ കവാടമാണ് അലി എന്ന് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വജനമാണ് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ സ്വത്തുവകകൾ മുഴുവനും നിങ്ങൾ സമാഹരിക്കുന്നത് അനന്തരാവകാശികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആനുകാലിക യുഗത്തിലെ എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾ പണമുണ്ടാക്കാനുള്ള യന്ത്രങ്ങളല്ല, മാളികയുണ്ടാക്കാനുള്ള സ്രോതസ്സുകളല്ല, അവരെ നാളെ യുഗങ്ങൾ നിർമ്മിക്കാനുള്ള പ്രതിഭകളായി വരണമെങ്കിൽ മാതാപിതാക്കളുടെ മനസ്സിൽ നല്ല വിചാരം വേണം, എന്റെ മകൻ ആരാകണമെന്ന്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാര് മുഴുവനും, ഈ ലോകത്ത് കഴിഞ്ഞുപോയ വിപ്ലവകാരികൾ മുഴുവനും, അറിവിന്റെ അക്ഷയഖനികളായിരുന്ന ലോക ഗുരുക്കൾ മുഴുവനും നല്ല മാതാപിതാക്കളുടെ സമ്മാനങ്ങളാണ്, നല്ല ഉമ്മമാരുടെ സമ്മാനങ്ങളാണ്, നല്ല ഉപ്പമാരുടെ സമ്മാനങ്ങളാണ്, നല്ല മാതാപിതാക്കളുടെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ്. അതിൽ നിന്നാണ് ലോകമേ ഈ ലോകത്തെ നയിക്കാൻ പറ്റുന്ന മഹാരഥന്മാര് വന്നത്. ആദ്യമായി ഞാൻ എന്റെ ഉമ്മമാരോട് പറയുകയാണ്, രക്ഷിതാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കൾ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാനാവണോ, നിങ്ങളുടെ സന്താനം എന്നെന്നും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവണോ, അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പ്രൊഫഷൻ ഏതാണ്? അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പ്രൊഫഷൻ ഏതാണ്? വേറൊന്നുമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ഖുൽ, നബിയെ തങ്ങൾ ഉലകത്തോടൊരു ചോദ്യം ഉന്നയിക്കണം, ലോകത്തോടൊരു ചോദ്യം എറിയണം, ആത്മാവുള്ളവരുടെ അന്തരംഗത്തേക്ക് ആലോചനയുടെ ശീലുകൾ എറിയണം, അവരുടെ മസ്തിഷ്കങ്ങളിലേക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊടുക്കണം. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലും അല്ല. നിങ്ങളുടെ മകൻ ലോകത്തറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാവണോ? അതിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനമേതാണ്? അവൻ അല്ലാഹുവിനെ അറിയുന്നവനാവുക എന്നതാണ്. ഈ ലോകത്തിന്റെ അധിപനെ അറിയുന്നവൻ, ഈ ലോകത്തിന്റെ ഉടമസ്ഥനെ അറിയുന്നവൻ, അവരെ പോലെ ഈ ലോകത്ത് ആദരിക്കപ്പെടുന്നവരില്ല. അറിവിന്റെ സാക്ഷികളായ പണ്ഡിത കേസരികളെ ഓർക്കുന്നത് പോലെ ലോകത്തൊരു ഭരണാധികാരിയും ഓർക്കുന്നില്ല, ഒരു രാഷ്ട്രീയ മേലാളനെയും ഓർക്കുന്നില്ല, ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരെയും വാഴ്ത്തുന്നില്ല. ഈ ലോകം മുഴുവനും വാഴ്ത്തുന്നതാരെയാണ്? അറിവിന്റെ നായകന്മാരെയാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന 100 കണക്കിന് മഹാരഥന്മാരുടെ പേര് ഞാൻ പറയാം. അവർ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും ഇടപെടുകയാണ്. അവർ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ട്. അവർ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ പങ്കാളികളാണ്. എന്നാൽ അതുപോലെ ഇടപെടുന്ന ഒരു ഭരണാധികാരിയെ കാണിച്ചു തരാൻ കഴിയില്ല. അതുപോലെ ഇടപെടുന്ന ഒരു കോടിപതിയെ കാണിച്ചു തരാനാവില്ല. അതുപോലെ ഇടപെടുന്ന ഒരു തമ്പുരാനെ കാണിച്ചു തരാനാവില്ല. അതുപോലെ ഇടപെടുന്ന ഒരു ശാസ്ത്രകാരനെ കാണിച്ചു തരാനാവില്ല. അതുപോലെ ഇടപെടുന്ന ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഒരു പ്രതിഭയെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പരകോടിപതികൾ ഒരുപാട് കഴിഞ്ഞുപോയ കാലമാണിത്, ലോകമാണിത്. പക്ഷേ 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന 1000 മഹാരഥന്മാരുടെ പേര് ഞാനുണ്ടാം. അവർ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇന്നും നമുക്ക് ഗൈഡുകളാണ്, നമുക്ക് മാർഗദീപങ്ങളാണ്, മാർഗദർശനങ്ങളാണ്.
അപ്പോൾ ഒരുപാട് മഹാരഥന്മാരെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന നൂറുകണക്കിന് മഹാന്മാരെ പറഞ്ഞു തരാം. അതേ സമയത്ത് ഭരണാധികാരികളെ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, തമ്പുരാക്കന്മാരെ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാമല്ലോ. ഇന്നും കോടാനുകോടി അനുയായികൾ, ഹനഫി മദ്ഹബുകാരായ ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? 1300ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയുടെ അകത്തളത്തിൽ ഇരുന്നുകൊണ്ട് അറിവ് നേടിയ മഹാനായ പണ്ഡിതനാണ് ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ. കായാത്തിൽ സബൂരി അല സ്വഹീഫ നഹറു അബീ ഹനീഫത ലിൽ ഇഫാദ വലൈലു അബീ ഹനീഫത ലിൽ ഇബാദ. 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഇന്നും ഇന്ത്യയിലെ, പാകിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ, അതുപോലെ ലോകത്തുള്ള രാജ്യങ്ങളിലെ കോടാനുകോടി ആളുകൾ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളുടെ അനുയായികളാണ്, ഹനഫി മദ്ഹബുകാരാണ്. ആ ഇമാം അവർകൾ ജീവിച്ചത് എവിടെയാണ്? പള്ളിയുടെ അകത്തളത്തിൽ നിന്ന്, പാഠശാലയുടെ അകത്തളത്തിൽ നിന്ന് ആത്മീയമായ അറിവുകൾ നേടിയ മഹാനാണ്. മഹാനവറുകളെ ആ കാലഘട്ടത്തിലെ മുസ്ലിം രാഷ്ട്രീയം പീഡിപ്പിക്കുകയാണ്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലറയിലടച്ചു. എന്തുകൊണ്ടാണ്? ഭരണകൂട താൽപര്യങ്ങൾക്ക് അനുസൃതമായി നിന്നില്ല എന്ന കാരണത്താൽ, ഭരണാധികാരികൾക്ക് അനുകൂലമായി ഫത്വ നൽകിയില്ല എന്ന കാരണത്താൽ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങളിവിടുത്തെ ഖാദിയാവണം. മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾ പറഞ്ഞു ഞാൻ ഖാദിയാകാൻ പറ്റൂല. എന്തുകൊണ്ടാണ് വിസമ്മതിച്ചത്? ഗവൺമെന്റ് നിയോഗിക്കുന്ന ഖാദിയായാൽ ഗവൺമെന്റിന്റെ ഇംഗിതത്തിനനുസരിച്ച് മതം മാറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇമാമുൽ അഅ്ലം തങ്ങൾ ഖാദിയായില്ല, ജഡ്ജിയായി മാറിയില്ല. ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹു ഖാദിയായില്ല, ജഡ്ജിയായില്ല. ആ കാരണത്താൽ ഗവൺമെന്റ് ഇമാം അവറുകളെ ജയിലറയിൽ അടയ്ക്കുകയാണ്, മാരകമായി പീഡിപ്പിക്കുകയാണ്, ചാട്ടവാറ് കൊണ്ട് തല്ലുകയാണ്. മഹാനവറുകൾ ആ ജയിലറയിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയാണ്, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. അവസാനം മഹാനവറുകളെ ഏതെല്ലാം മർദ്ദനങ്ങൾ നടത്തിയിട്ടും മഹാനവറുകളെ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ വിഷം കൊടുത്തു കൊന്നുകളഞ്ഞു. ബഗ്ദാദിന്റെ ജയിലിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോയ മഹാനാണ്. ഭരണകൂടം, മുസ്ലിം നാമധാരികളായ ഭരണകൂടത്തിന്റെ മേലാളന്മാര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്ത കാരണത്താൽ ജയിലറയിലിട്ട് കൊന്നുകളഞ്ഞ മഹാനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. താരീഖ് ബഗ്ദാദിൽ ഇത് മുഴുവനും വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് വാള്യങ്ങളുള്ള ബൃഹത്തായ ചരിത്രഗ്രന്ഥമാണ് താരീഖ് ബഗ്ദാദ്. ആ താരീഖ് ബഗ്ദാദിൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ജയിലറയുടെ ഉള്ളിൽ കിടന്ന മഹാനവറുകളെ മരണപ്പെട്ടു പോവുകയാണ്. ഇവിടെ ഒരു കാര്യം നിന്റെ ജനത അറിയണം. ഭരണകൂട ഭീകരതയുടെ തേർവാഴ്ചകളിൽ മരണപ്പെട്ടു പോയ ആ പണ്ഡിതന ലോകം മറന്നിട്ടില്ല. ഇന്നും കോടാനകോടി ജനങ്ങൾ പിന്തുടരുകയാണ്, ഇന്നും കോടാനകോടി ജനങ്ങൾ അനുയായികളാണ്. എന്നാൽ എന്റെ സദസ്സിനോട് ചോദിക്കുന്നു, ഇമാമുൽ അഅ്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ പേര് പറയാമോ? അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ കാലത്തെ ഭരണാധികാരിയുടെ പേരെന്താണ്? ചിലപ്പോൾ എന്റെ സദസ്സിൽ ഒരാൾക്കും അതറിഞ്ഞില്ലെന്ന് വരാം, ചുരുക്കം ചില വിദ്യാർത്ഥികൾക്ക് അതറിഞ്ഞെന്ന് വരാം. ആ ഭരണാധികാരിയെ ലോകത്തിന് ആവശ്യമില്ല.
അള്ളാഹുവിനെ അറിഞ്ഞ പണ്ഡിതനെയും ആലിമിനെയും ആബിദിനെയും ലോകത്തിന് മറക്കാനാവില്ല. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ നിന്ന് ജനാസയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ചാട്ടവാർ അടികൊടുത്ത് പീഡനം നടത്തിയിട്ട് കൊന്നുകളഞ്ഞു. അന്ന് കൊട്ടാരത്തിൽ ജീവിച്ചത് രാജാവാണ്. അന്ന് മർദ്ദനങ്ങൾ നടത്തിയത് രാജാവാണ്. അന്ന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നത് രാജാവിനാണ്. അന്നത്തെ തമ്പുരാൻ രാജാവാണ്. സപ്രപഞ്ചത്തിൽ കഴിഞ്ഞവൻ രാജാവാണ്. കിരീടം വെച്ചവൻ രാജാവാണ്. സിംഹാസനത്തിലിരുന്നവൻ രാജാവാണ്. മിലിട്ടറിയുടെ മേധാവി രാജാവാണ്. പക്ഷേ ആ രാജാവിനെ ലോകത്തിന് വേണ്ട. അവിടെയാണ് ഇമാമുൽ അഅ്ളം തങ്ങളുടെ കുട്ടിക്കാലത്ത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേര് നുഅ്മാൻ എന്നാണ്. നുഅ്മാൻ എന്ന കുഞ്ഞുമോനെ അടുത്ത് വിളിച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, മോനിവിടെ കച്ചവടക്കാരനാകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മോനിവിടെ ഒരു സമ്പന്നനാകാനല്ല ഞാൻ കൊതിക്കുന്നത്, മോനിവിടെ മറ്റേതെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതാ ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കൽ പോയി പഠിക്കണം മോനെ. ആ നുഅ്മാൻ ബിൻ സാബിത്ത് ഇമാമുൽ അഅ്ളം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആയി മാറി. ഇന്ന് ലോകം മുഴുവനും മഹാനവറുകളെ ആദരിക്കുന്നു. അന്നത്തെ തമ്പുരാക്കന്മാരുടെ പേര് പോലും ലോകത്തിനറിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. അറിവിന്റെ ആളുകളെ, ആത്മീയതയുടെ അമരത്തുള്ളവരെ മറക്കാൻ ലോകത്തിന് സാധിക്കില്ല. അതേ സമയത്ത് അധികാരികളെ കാലം ഓർത്തുവെക്കില്ല, കോടിപതികളെ കാലം ഓർത്തുവെക്കില്ല, കേവലമായ സമ്പന്നരെ ലോകം കാത്തുവെക്കില്ല. അള്ളാഹുവിനെ അറിഞ്ഞവരെ മാത്രമേ ലോകം മനസ്സിലാക്കുകയുള്ളൂ. രണ്ടാമതായി നിങ്ങൾ നോക്കൂ, 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാനാണ് ഇമാമുസ്സുന്ന വ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? മദീനയിൽ ദർസ് നടത്തിയ മഹാനാണ്. എല്ലാ ദിവസവും മസ്ജിദുൻ നബവിയിൽ വന്ന് ദർസ് നടത്തുന്ന മഹാനാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടിരുന്ന മഹാനാണ് എന്ന് ഹാഫിള് അബൂ നുഐം അവിടുന്ന് ഹില്ലിയിൽ എഴുതുകയാണ്. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണർക്കെതിരെ ഫത്വ നൽകി. മദീനയിലെ ഗവർണർക്കെതിരെ ഫത്വ നൽകി. പഠിച്ചത് മറച്ചു വെക്കാനാവില്ല. ഞാൻ പഠിച്ച ഇൽമ ആരുടെ മുമ്പിലും മറച്ചു വെക്കാനാവില്ല. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഫത്വ നൽകി. ഗവർണർ പറഞ്ഞു, എനിക്ക് അനുകൂലമായി ഫത്വ നൽകണം. ഇല്ല, ഞാൻ അല്ലാഹു ആകുന്ന രക്ഷിതാവിന്റെ അടിമയാണ്, നിങ്ങളുടെ അടിമയല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഗവർണർക്ക് വേറെ ഒരു മാർഗവും ഉണ്ടായില്ല. ഇമാം മാലിക് തങ്ങളെ ജയിലിൽ അടച്ചു, ചാട്ടവാറ് കൊണ്ടടിച്ചു, ഒരുപാട് മർദ്ദനങ്ങൾ, പീഡനങ്ങൾ ഏൽപ്പിച്ചു. അവസാനം മഹാനവറുകളെല്ലാം തൊലിയുമായി മാറി. ജയിലിൽ നിന്ന് മദീനയിലേക്ക് പുറത്തുവിടുമ്പോൾ മദീന നിവാസികൾ മുഴുവന് കരയുകയാണ്. ഇത് അനസിന്റെ മകൻ മാലിക് തന്നെയാണോ എന്ന് ചോദിച്ച് ജനങ്ങൾ മുഴുവനും കരയുമ്പോൾ രാജ്യത്തിന്റെ ഖലീഫ വന്നുകൊണ്ട് പറഞ്ഞു, ഓ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ ഗവർണർക്കെതിരെ നിങ്ങൾ പ്രതികാരം വീട്ടാൻ ഞാൻ അവസരം തരട്ടെ മാലിക്. ആരാണ് ഇമാം മാലിക് തങ്ങൾ? മദീനത്ത് മസ്ജിദുൻ നബവിയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാൻ, വലിയ പ്രൗഢിയുള്ള മഹാൻ. ഈ 40 കൊല്ലവും വാഹനത്തിൽ മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല. മദീനത്ത് പാദരക്ഷ ധരിച്ചിട്ട് നടന്നിട്ടില്ല. കാരണം എന്റെ ഹബീബ് കിടക്കുന്ന ഭൂമിയാണിത്. ഹറം കി ജമീൻ ഓർ ഖദം രഖ് കെ ചൽന അരേ സർ ക മൗഖഅ ഓ ജാനെ വാലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മണ്ണിൽ നമുക്ക് കാല് വെച്ച് നടക്കാൻ അർഹതയില്ല. ഇത് തല വെച്ച് നടക്കേണ്ട ഭൂമിയാണ് എന്ന മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞതുപോലെ മദീനയുടെ മഹനീയമായ മണ്ണിനെ ആദരിച്ച് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതികാരം വീട്ടാൻ അവസരം തരട്ടെ.
ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്, എനിക്ക് ശറഇന്റെ നിയമപ്രകാരം പ്രതികാരമെടുക്കാൻ അവകാശമുണ്ടെങ്കിലും എന്നെ പീഡിപ്പിച്ച ഗവർണർക്ക് നബിതങ്ങളുടെ കുടുംബ പരമ്പരയോടൊരു ബന്ധമുള്ളതിനാൽ ഞാനതെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 1300ഓളം കൊല്ലം കഴിഞ്ഞില്ലേ? ഇമാം മാലിക് തങ്ങളെ ലോകം മറന്നിട്ടില്ല. എന്നാൽ അന്നത്തെ ഭരണാധികാരി എവിടെ? അന്നത്തെ ഭരണാധികാരി എവിടെ? അന്നത്തെ സമ്പന്നന്മാരെവിടെ? അന്നത്തെ മേലാളന്മാരെവിടെ? അന്നത്തെ അധികാരികൾ എവിടെ? മദീനയുടെ ഗവർണർ എവിടെ? അന്നത്തെ ഖലീഫ എവിടെ? ബഗ്ദാദാണ് തലസ്ഥാനം, അവിടുന്ന് വന്നവരെവിടെ? ആരെയും കാണാനില്ല, ലോകത്തിന് പരിചയമില്ല, അവരെവിടെ കിടക്കുന്നോന്ന് പോലും അറിയില്ല. എന്നാൽ അള്ളാഹുവിനെ അറിഞ്ഞ ആലിമിനെ ലോകം മറന്നിട്ടില്ല. അള്ളാഹുവിനെ ആദരിച്ച, അള്ളാഹുവിനെ ആരാധിച്ച, കൃത്യമായി ആരാധിച്ച അബിദിനെ ലോകം മറന്നിട്ടില്ല. അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ദിഷണാശാലികൾ, അവരാണ് റിയാലിറ്റി തിരിച്ചറിഞ്ഞവർ, അവരാണ് യാഥാർത്ഥ്യത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചവർ. ഇതുപോലെ 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന 100 കണക്കിന് ആളുകളുടെ ബയോഡേറ്റ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അതേ സമയത്ത് ഭരണാധികാരികളുടെ ലിസ്റ്റ് വായിക്കാനാവില്ല, ഇതുപോലെ നിന്ന് അവതരിപ്പിക്കാനാവില്ല. അറിയില്ലേ ഇമാമുന ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഖുറൈശി കുലത്തിൽ നിന്ന് ലോകം മുഴുവനും അറിവ് പകർന്ന വലിയ പണ്ഡിത നേതൃത്വമാണ്. മഹാനവറുകൾ യമനിൽ ഖാലി ആയിരുന്നപ്പോൾ, ജഡ്ജിയായിരുന്നപ്പോൾ അതാ ഖലീഫയോട് ചില ആളുകൾ പറഞ്ഞു, ഈ മുസ്ലിയാര് ഗവൺമെന്റിനെതിരാണ്. ചുറുചുറുക്കുള്ള സുന്ദരനായ പണ്ഡിതനായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പോൾ അന്നത്തെ ആളുകൾ ഖലീഫയോട് പറഞ്ഞു, ഈ പണ്ഡിതൻ രാജ്യത്തിനെതിരാണ്, ഈ പണ്ഡിതൻ രാജ്യത്തിന്റെ വിരോധിയാണ്. അസൂയാലുക്കളായ ആളുകൾ ഖലീഫയ്ക്ക് വിവരം നൽകി. ഖലീഫ മീൻസ് പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനത്താണ്, ഗവർണർ മീൻസ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ്. പ്രവിശ്യയുടെ ഭരണാധികാരികളാണ് അമീറുമാർ, ഗവർണർമാർ. ഖലീഫ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ അടുക്കിലേക്ക് പറഞ്ഞു, ഇല്ല, ഇദ്ദേഹം ഈ രാജ്യത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളല്ല, അതുകൊണ്ട് വേണ്ടത് ചെയ്യണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ബഗ്ദാദിലേക്ക് വിളിപ്പിച്ചു. ബഗ്ദാദിൽ വന്നപ്പോൾ ഭരണകൂടത്തിന് ഓശാന പാടാത്ത ഒരുപാട് പണ്ഡിതന്മാരെ അവിടെ നിർത്തിയിട്ടുണ്ട് വിചാരണയ്ക്ക്. കൂട്ടത്തിൽ ചെറുപ്പക്കാരനായതിനാൽ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിചാരണ നീട്ടിവെച്ചു. ശാഫിഈ ഇമാം തങ്ങൾ നോക്കി, എനിക്കിവിടെ അല്പ ദിവസം ഗ്യാപ്പ് കിട്ടും, ഈ സമയം ഞാൻ എന്തു ചെയ്യാനാണ്? ഇവിടെ എവിടെയെങ്കിലും നല്ല ദർസ് നടക്കുന്നുണ്ടോ? നോക്കിയപ്പോൾ ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിലുള്ള വലിയൊരു ദർസ് ഇവിടെയുണ്ട്. ആ ദർസ് നടത്തുന്ന പണ്ഡിതൻ ആരാണെന്ന് നോക്കിയപ്പോൾ, പണ്ട് മദീനയിൽ ഓതുന്ന കാലത്ത് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ ഓതിയിരുന്ന ഒരു പണ്ഡിതനാണ്, പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ദർസിൽ പോയി കൂടിയിട്ട് വലിയ വൈജ്ഞാനികമായ ചർച്ചയാണ്, സംവാദമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സമയം മുഴുവനും അറിവിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ ഒരു MLA കിട്ടുമോ എന്നല്ല, ഒരു MP കിട്ടുമോ എന്നല്ല, ഒരു ഭരണാധികാരിയെ കിട്ടുമോ എന്നല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു നോക്കി, ഇവിടെ ഒരു ദർസ് എവിടെ? ആ ദർസ് കണ്ടുപിടിച്ച് വൈജ്ഞാനിക ചർച്ചയിൽ കഴിയുമ്പോഴാണ് സമയമെത്തിയപ്പോൾ ഭരണാധികാരി വിളിച്ചു, ഇമാമുന ശാഫിഈ തങ്ങളെ. ശാഫിഈ ഇമാം തങ്ങൾ നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചു. റബീഅ് റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
അവിടെ വിളിച്ചു വരുത്തിയ പണ്ഡിതന്മാരെ മിക്ക ആളുകളെയും തലവെട്ടിക്കൊന്നിരിക്കുകയാണ്. എന്റെ ഗുരുവര്യരായ ശാഫി ഇമാം തങ്ങളുടെ തല ഇപ്പോൾ തെറിക്കുമോ എന്ന ആശങ്കയോടെ മാറത്ത് കൈവച്ചുകൊണ്ട് റബീഉ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ചരിത്രം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ഞാൻ പറയുന്നത്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇടറാതെ പതറാതെ അല്ലാഹ് ഉയർന്ന ദിക്റുകൾ ചൊല്ലിയിട്ട് വരികയാണ്. മഹാനായ റബീഉ തങ്ങൾ പറയുന്നു, എന്റെ ഉസ്താദിന്റെ ചുണ്ടനങ്ങുന്നുണ്ട്, എന്താണ് മന്ത്രിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അവിടുത്തെ ആധരങ്ങൾ ചലിക്കുന്നുണ്ട്. കൂസലില്ലാതെ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഭരണാധികാരി ചാടിയങ്ങെഴുന്നേറ്റു. അടുത്ത് പിടിച്ചങ്ങിരുത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചില മഹാന്മാരായ പണ്ഡിതന്മാരങ്ങനെയാണ്. അവർക്ക് ഭരണാധികാരികളുടെ മുമ്പിൽ വരുമ്പോ അല്ലാഹു തആല അവർക്ക് വലിയ ജലാലത്ത് നൽകുകയാണ്, വലിയ പ്രൗഢി നൽകുകയാണ്, വലിയ മേന്മ നൽകുകയാണ്. ഭരണാധികാരികളുടെ കുതന്ത്രങ്ങൾ മുഴുവനും പാളുകയാണ്. ശാഫി ഇമാം തങ്ങളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് കുശലാന്വേഷണം നടത്തിയിട്ട് വിടുകയാണ്. കൊട്ടാര കൊത്തളത്തിൽ നിന്ന് തലതെറിപ്പിക്കാൻ ഒരുങ്ങിയവർ അവരെ പരാജയപ്പെട്ടു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് വേദനകൾ കടിച്ചിറക്കിയവരാണ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ശാഫി ഇമാം തങ്ങളുടെ കാലത്തെ ഭരണാധികാരിയുടെ പേര് പറയാമോ? ഇവിടെയുള്ള ചുരുക്കം ചില വിദ്യാർത്ഥികൾക്കറിയുമായിരിക്കും, ലോകത്തിനതറിയേണ്ട ആവശ്യമില്ല. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് മക്കത്തെ പള്ളി ഓടിക്ക് സമയത്ത് മുഅല്ലിമിന് ഫീസ് കൊടുക്കാനില്ലാതിരുന്ന ആളായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ലോകത്തിന്റെ നെറുകയിൽ വാഴുകയാണ്. ഇപ്പോഴും മഹാനവറുകൾ കൈറോ സിറ്റിയിലെ രാജകീയമായ മഖബറയുടെ ഉള്ളിലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നാലാമത്തെ മദ്ഹബിന്റെ ഇമാമല്ലേ? മഹാനവറുകളെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വിളിച്ച് വിചാരണ ചെയ്തിട്ട് ജയിലറയിൽ അടച്ചിട്ട് തല്ലിപ്പഴിപ്പിച്ചു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ. മഹാനവറുകളെ തല്ലിപ്പഴിപ്പിക്കുന്ന നേരത്ത് അതാ അവിടുത്തെ ഉടുവസ്ത്രം അഴിഞ്ഞു വീഴാനായപ്പോൾ ഒരൊറ്റ നിലവിളിയാണ്. രണ്ട് കൈകൾ വന്നത് താങ്ങി നിർത്തുകയാണ്. അങ്ങനെ വേദന അനുഭവിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീട്ടിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുസ്ലിം ഭരണകൂടം വന്നിട്ട് ഭാരമുള്ള ചങ്ങല കെട്ടിയത്. ആ നിസ്കാരം പോലും പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. കാരണം എന്താ? ഭരണകൂടത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിന്നില്ല എന്നുള്ള കാരണത്താൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തേക്ക് ഭാരമുള്ള ചങ്ങല വലിച്ചിട്ടു. മകനായ അബ്ദുല്ലാഹി പറയാണ്, എന്റെ വാപ്പക്കത് താങ്ങാനാവണില്ല. എന്റെ വാപ്പയെ ആ ചങ്ങലയിൽ കിട്ടി മൃഗത്തിന്റെ മേലെ കയറ്റിയിട്ടവര് പാഞ്ഞുപോയി. ഇരുട്ടുള്ള ജയിലറയിൽ കൊണ്ടിട്ടപ്പോൾ മഹാനവറുകൾ എവിടെയും അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീഴുകയാണ്. അവസാനം മഹാനവറുകളെ മരണത്തോട് മല്ലടിക്കുന്ന മൃതപ്രായത്തിലാണ് മഹാനവറുകളെ ജയിലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത്. അബൂ അബ്ദില്ല എന്നല്ലേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പേര്? അബ്ദുള്ള എന്ന മകൻ പറയുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകനായ അബ്ദുല്ലാഹി എന്നവര് പറയാണ്, എന്റെ വാപ്പയെ കൊണ്ടുവന്ന വീട്ടിൽ കിടത്തിയിട്ട് അല്പം കഴിയുമ്പോഴേക്ക് അവിടുന്ന് വഫാത്തായി പോയി. അങ്ങനെയാണ് അവര് ജയിലറയിൽ നിന്ന് തിരിച്ചുവിട്ടത്. അന്ന് നാടുവാണിരുന്ന ഭരണാധികാരികളെ ലോകത്തിനറിയില്ല. അതേ സമയത്ത് ഈ ആലിമിനെ മറക്കാൻ ലോകത്തിന് കഴിയില്ല. സൗദി അറേബ്യയിലെ ഭൂരിപക്ഷ
ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഹംബലി മദ്ഹബുകാരാണ്. വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഹംബലി മദ്ഹബ് വ്യാപകമാണ്. ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബ് അനുവദിക്കുന്ന ആളുകൾ, അംഗീകരിക്കുന്ന ആളുകൾ എത്രയോ രാജ്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റുന്നവരല്ലേ നമ്മൾ. ഈ 4 മഹാന്മാരെയും ലോകത്തിന് മറക്കാൻ കഴിയില്ല. പക്ഷേ അവരുടെ കാലത്തെ ഭരണാധികാരികളെ ലോകത്തിനറിയില്ല. ഇതുപോലെയാണ് പ്രതിഭാശാലികൾ. ആ പ്രതിഭാശാലികളെ മുഴുവൻ ലോകത്തിന് നൽകിയതാരാണ്? നല്ലവരായ മാതാപിതാക്കളാണ്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോടാണ് ഞാൻ ഒന്നാമതായി പറയുന്നത്, എന്റെ മകൻ ആരാകണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പണമുണ്ടാക്കുന്ന യന്ത്രമല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കുന്ന അക്കാഡമിക് ഉൽപ്പന്നമല്ല. എന്റെ മകൻ നല്ല ഒരു പ്രതിഭയായാൽ എന്നേക്കും എനിക്ക് ഉപകാരമുള്ള ഒരു മകനായി വരുമല്ലോ. അതാണ് മഹാനായ സയ്യിദുനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ ചെറുപ്പക്കാരെ? ആരാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണിയിൽ നിന്നുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ തീപാറുന്ന പോരാട്ടത്തിൽ തൗഹീദിന് വേണ്ടി നിലകൊണ്ട മഹാനാണ്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ സഅദേ, നിങ്ങൾക്ക് അവസാനമായി പറയാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് അവസാനമായി പറയാനുള്ളത് എന്താണ്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ കൂട്ടുകാരെ, എന്റെ ഒരു സലാം ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. പിന്നെ എന്താണ് സഅദേ നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റൊന്നുമല്ല, എന്റെ കുടുംബമല്ല, എന്റെ വീടല്ല, എന്റെ നാടല്ല, എന്റെ കൂടല്ല, എന്റെ ബന്ധുക്കളല്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇമ വെട്ടുന്ന ജീവൻ ബാക്കിയുള്ളിടത്തോളം കാലം നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കല്ലേ സ്വഹാബാ. जान दे दो दे दीदार पर लुत्फों का आम हो ही जाएगा. साइलो दामन सखी का दाम लो, कुछ न कुछ इनाम हो ही जाएगा. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത് 35-ാമത്തെ വയസ്സിലാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ 35 വയസ്സിന്റെ ഉള്ളിൽ സഅദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പാറിപ്പറന്നെങ്കിൽ ആനുകാലിക യുഗത്തിലെ എന്റെ യുവാക്കളോട് ചോദിക്കുന്നു, നമ്മുടെ രാപ്പകലുകൾ ഇന്നെവിടെയാണ്? നമ്മുടെ രാപ്പകലുകൾ ഇന്ന് അനാവശ്യങ്ങളിലാണ്, സോഷ്യൽ മീഡിയകളിലാണ്, അനാവശ്യ രാഷ്ട്രീയങ്ങളിലാണ്, കക്ഷി രാഷ്ട്രീയത്തിന്റെ ബലാബലങ്ങളിലാണ്. തെരുവോരങ്ങൾ മുഴുവനും എന്ന ബഹളമയമാണ്. രാഷ്ട്രീയത്തിന്റെ ഭ്രാന്ത പിടിച്ച യുവാക്കള് തെരുവിൽ കിടന്നിട്ട് ബഹളം വെക്കുന്ന കാലമാണ്. SSF ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കീഴ്ഘടകമല്ല, ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയും ആളുകളല്ല. SSF ഇവിടെ പ്രവർത്തിക്കുന്നത് ലില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എന്റെ നാട്ടുകാരോട് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു രാഷ്ട്രീയത്തെക്കുറിച്ചും ഇവിടെ പറയാനില്ല. പക്ഷേ ഞങ്ങൾക്ക് ചിലർ പറയാനുണ്ട്. അതെന്താണ്? നിങ്ങൾ ഏതൊരു രാഷ്ട്രീയ കക്ഷിയിലും ചേർന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ മറക്കാൻ പാടില്ല. മോനെ, യുവാവേ, നീ രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് തെരുവിൽ കിടന്ന് എതിർ കക്ഷിയിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇല്ലായ്മ പറയാൻ പാടില്ല.
തോന്നിവാസം പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, നിന്റെ കക്ഷിയിലല്ല എന്നതിന്റെ പേരിൽ അവന്റെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ പാടില്ല, നീ കളവ് പറയാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി നീ നിസ്കരിക്കേണ്ട 5 നേരത്തെ നിസ്കാരം അത് ഖളാക്കാൻ പാടില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ പടച്ചവനെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കടിപിടികൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന കലവില കൂടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് യുവാക്കളെ, ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയ വിവേകം ഉപയോഗിക്കണം. പക്ഷേ നിങ്ങളുടെ ജീവിതം കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി നശിപ്പിക്കാൻ പാടില്ല. നല്ല നല്ല യുവത്വങ്ങൾ കള്ളിന്റെ അടിമകളാവുകയാണ്, തെരുവിൽ കിടന്ന് ബഹളം വെക്കുകയാണ്. തെരുവോരങ്ങളിൽ കിടന്ന് ബഹളം വെക്കുകയാണ് നമ്മുടെ യുവാക്കൾ. അള്ളാഹുവിനെ മറന്ന്, ലോകത്തിന്റെ അധികാരിയെ മറന്ന്, ഈ ലോകത്തിന്റെ പരമാധികാരിയായ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറം ഒരു തീരുമാനം ഇവിടെ ഉണ്ടാവില്ല. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം പരമാധികാരിയായ റബ്ബിലാണ്. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ മതത്തെ മറക്കാൻ പാടില്ല. ഏതോ ഒരാളെ അധികാരത്തിലേറ്റാൻ വേണ്ടി നിന്റെ മതബോധം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ ഒരു വിവേകമാണ് വേണ്ടത്. എല്ലാത്തിന്റെയും അധികാരി ആരാണ്? തബാറകല്ലദീ ബിയദിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, തബാറകല്ലദീ ബിയദിൽ മുൽക്ക്, അധികാരമുടയവൻ എത്ര ഉന്നതനാണ്. ആരാണ് അധികാരമുടയവൻ? ആരാണ് അധികാരമുടയവൻ? ആകാശത്തിന്റെ നിയന്ത്രണം നടത്തുന്നവൻ. ഇന്നിവിടെ ഒരുപാട് ആളുകൾ കുടിവെള്ളമില്ലാതെ, ദാരിദ്ര്യത്തിന്റെയും ക്ഷാമത്തിന്റെയും അതുപോലെ തന്നെ കുടിവെള്ളമില്ലാതെ പ്രയാസത്തിലാണ്. മഴ അവതരിപ്പിക്കാനുള്ള അധികാരം ഒരു മുഖ്യമന്ത്രിക്കുമില്ല, ഒരു രാഷ്ട്രീയ മേധാവിക്കുമില്ല, ഒരു പ്രതിപക്ഷ നേതാവിനുമില്ല, ഒരു പ്രധാനമന്ത്രിക്കുമില്ല. മഴയുടെ അധികാരം ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? നിങ്ങൾ പാനം ചെയ്യുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നമ്മളാണോ മേഘത്തിൽ നിന്ന് വെള്ളമിറക്കുന്നത്? നിങ്ങളാണോ തമ്പുരാക്കന്മാരെ? നിങ്ങളാണോ? ഇവിടെ ജനങ്ങൾക്കിപ്പോ ആവശ്യം കുടിവെള്ളമാണ്. നൽകാൻ ആർക്ക് കഴിയും? നൽകാൻ ആർക്ക് കഴിയും? നമ്മുടെ കേരളത്തിൽ വെള്ളം ഉപയോഗത്തിന്റെ സാക്ഷരത നമുക്ക് വേണം. ഒരു ഒളു എടുക്കാൻ 1 ബക്കറ്റ് വെള്ളം നമ്മൾ ടാപ്പിൽ നിന്ന് ഒളു എടുക്കുമ്പോൾ ഇന്നാലില്ല. നമ്മുടെ വീടുകളിലൊക്കെ നല്ല എന്താപ്പനി പറയാ, പണ്ടൊക്കെ മൂളി ഉപയോഗിച്ചു, മൂളി തന്നെ ഇവിടെ പറയാം അല്ലേ, ഉപയോഗിച്ച് ഒളു എടുക്കുന്ന കാലത്ത് ആ ഒരു പാത്രത്തിലെ വെള്ളം മതിയായിരുന്നു ഒളു എടുക്കാൻ. നമ്മളിന്ന് റബ്ബ് തന്ന വെള്ളം ദുരുപയോഗം ചെയ്യുന്നു. നമ്മുടെ സഹോദരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തല്ല, കേരളത്തിന്റെ തന്നെ പാലക്കാട് ജില്ലയിലും വിവിധങ്ങളായ പ്രദേശങ്ങളിലും കുടിവെള്ളമില്ലാതെ മണിക്കൂറുകളോളം കുടവും തലയിൽ വെച്ചുകൊണ്ട് കാത്തു നിൽക്കുമ്പോ നിങ്ങൾ വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ മതം എന്താണ് പറയുന്നത്? കടലിൽ നിന്ന് ഒളിവെടുക്കുമ്പോഴും നിങ്ങൾ അമിതമായ ഉപയോഗം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. എന്റെ പണമാണ്, എന്റെ കിണറാണ്, എന്റെ പറമ്പാണ്, എന്റെ വെള്ളമാണ്, നിങ്ങൾ ആരാണ് ചോദിക്കാൻ? ഇല്ല, അങ്ങനൊന്നില്ല. നിന്റെ പറമ്പിൽ നീ പണം ചെലവാക്കി വെള്ളം കുത്തിയാലും ആ വെള്ളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നമ്മൾ വെള്ളം കൊടുക്കാൻ കുറച്ച് മടിയുള്ളവരാണ്. എന്റെ പറമ്പിൽ ഞാൻ പണം ചെലവാക്കി ഞാൻ ഉണ്ടാക്കിയ കിണർ, പക്ഷെ ആ വെള്ളത്തിന് എല്ലാവർക്കും അവകാശമുണ്ട് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. കൊടുത്തോളണം.
ആ വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്. അല്ലാഹു തആല അവന്റെ ഭൂമിയിൽ നേരിട്ട് തന്ന വിഭവം. അത് തടയാൻ പാടില്ല. എന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്ന് പറയാൻ അധികാരമില്ല. കാരണം ആ വെള്ളത്തിന് തുല്യാവകാശികളാണ് നമ്മളെല്ലാം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. ആ അടിസ്ഥാന ആവശ്യത്തിന് അല്ലാഹു തആല നൽകിയത് വിശാലമായ നിയമമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ചോദ്യം, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ഈ മേഘത്തിൽ നിന്ന് വെള്ളം ഇറക്കിയവൻ ആരാണ്? ഒരു പ്രധാനമന്ത്രി